ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമുക്ക് പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്താലോ? ദാ ഈ ഒരു പാക്കറ്റിൽ 65 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇതിൽ അത്യാവശ്യം പൈപ്പ് ക്ലീനേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ആദ്യമേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന പീസാണിത്. അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഇതിന്. 8 mm അല്ല, പക്ഷേ എന്നാലും ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ബാലൻസ് വന്ന കളേഴ്സ് കണ്ടിട്ട് ഒരു ലില്ലീൻ്റെ ഒരു റെഫറൻസ് ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് ലില്ലി ഉണ്ടാക്കുന്ന പോലെ ഒരു 6-7 പെറ്റൽസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. 3 പെറ്റൽസ് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ബ്ലാക്കും റെഡും ആണ് എടുത്തിരിക്കുന്നത്. ഞാനിത് പിൻട്രസ്റ്റിൽ നിന്നാണ് റെഫറൻസ് എടുത്തിരിക്കുന്നത്. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കുമ്പോൾ എല്ലാം ഇതുപോലെ കുറേ കാണുന്നുണ്ട്, ഡാൻസിങ് ഡേയ്സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. പക്ഷേ അതുണ്ടാക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്ലവർ വേസ് പോലെ റെഡിയാക്കി എടുക്കാം. ഒരു ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ അതേപോലെ ഇതിൻ്റെ ആദ്യമേ ചെയ്തത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ആദ്യമേ ചെയ്ത ഫ്ലവേഴ്സൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇതേപോലെ 3 പെറ്റൽസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് 3 യോജിപ്പിക്കുക. ലാസ്റ്റിൽ ഞാനൊരു സ്റ്റെം ആഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ബാക്കി ചെയ്തതിൻ്റെ ഒരു ചെറിയ സ്റ്റെമ്മാണ് വരുന്നത്. ഇതാ നല്ല ഭംഗിയില്ലേ? ഇതിന് ആ ഒരു ഗ്രീൻ കളറിലെ സ്റ്റെമ്മിലോട്ട് കൊടുക്കുക. നമുക്കിത് വേണമെങ്കിൽ ടേപ്പ് കൊണ്ടിട്ട് ചെയ്യാം. ഒരു ഗ്രീൻ കളറിലെ ടേപ്പ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു പാക്കറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് ചെറിയ ചെറിയ പീസസ് വന്നിട്ടുണ്ട്. നമുക്കൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, അതാണല്ലേ ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. അത് നമുക്കൊരു ബഡ് പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മുട്ട് പോലെ ചെയ്തെടുക്കാം. അത് 3 പെറ്റൽസ് വരില്ല, ഒരു 2 പെറ്റൽസ് വെച്ചിട്ട്. അല്ലെങ്കിൽ അതൊരു നമുക്ക് മിനി ഫ്ലവർ ആക്കാമായിരുന്നു. പക്ഷെ അതില്ലാത്തതുകൊണ്ട് നമുക്കൊരു കുഞ്ഞി ബഡ് പോലെ ചെയ്തിട്ട് ഇപ്പം അതേ ഇതിൻ്റെ നീളം നോക്ക്, കുറച്ച് വലിയ നീളമില്ലേ? പക്ഷെ അതിൽ നിന്നും ഞാൻ മുറിക്കാം. ഒരു സ്റ്റെമ്മ് മുറിച്ചിട്ട് ചെറുതാക്കി ഈ പെറ്റലിൽ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഫൈനൽ റിസൾട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ കൂടെ വെച്ചപ്പം നന്നായിട്ട് ദേ കണ്ടില്ലേ അതിൻ്റെ നീളം കുറഞ്ഞത്. അങ്ങനെയാണ് ദേ, നല്ല ഭംഗിയില്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടമായ ഒരു കളർ കോമ്പിനേഷനും നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ, കുറച്ചുകൂടെ പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സിന് ഇത് നല്ലൊരു കാര്യമാണ്. നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പണിയാണ്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? എല്ലാം കൂടെ ആയപ്പോൾ, എല്ലാ കളേഴ്സും കൂടെ ആയപ്പോൾ ഒരു മിനി ബൊക്കറ്റൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കണ്ടു നോക്കുക. ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കൂടെ കുടിക്കുമോ, നമുക്കിതുപോലുള്ള വേറെ വീഡിയോസൊക്കെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.